गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ഓം ഇവിടെ നമ്മൾ 6-ാം അധ്യായത്തിൽ 39 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. അവിടെ യോഗത്തിൻ്റെ ലക്ഷ്യതലവും മാർഗതലവും ഒരുപോലെ ഉപദേശിക്കപ്പെട്ട അധ്യായമാണ് 6-ാം അധ്യായം. പ്രാഥമികമായ സാധനാതലം മുതൽ പരമമായ യോഗാരൂഢ സ്ഥിതി വരെ വർണ്ണിച്ചു. അത് മുഴുവൻ കേട്ട സമയത്ത് അർജുനൻ സംശയിച്ചു, അങ്ങ് സമഭാവം എന്ന രീതിയിൽ യാതൊരു യോഗത്തെ ഉപദേശിച്ചോ അത് പ്രാപിക്കാൻ എളുപ്പമല്ലല്ലോ, കാരണം മനസ്സ് അത്യന്ത ചപലമാണല്ലോ എന്ന്. അതിനെ അംഗീകരിച്ചു ഭഗവാൻ. ഒരു സംശയമില്ല അർജുന, മനസ്സ് അത്യന്ത ചപലമാണ്, ചഞ്ചലമാണ്, നമ്മളിട്ട് വട്ടം കറക്കുന്നതാണ്. എങ്കിലും അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോഴാണ് അടുത്ത സംശയം വന്നത്. ശരി, അങ്ങനെ ഒരാൾ സാധനാമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നു, മനസ്സംയമം ചെയ്യാൻ അഭ്യാസ വൈരാഗ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു, പാലിക്കുന്നു. വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ്. ശ്രദ്ധയില്ലാച്ചാൽ പിന്നെ അയാളെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല, ശ്രദ്ധയുള്ളവരാണ്. അങ്ങനെ ശ്രദ്ധയോടുകൂടി സാധനാനുഷ്ഠാനങ്ങൾ ചെയ്ത് പോകുന്ന ഒരാൾ യോഗസിദ്ധിയെ കൈവരിക്കാതെ ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ യോഗമാർഗത്തു നിന്ന് വ്യതിചലിച്ചു പോവുകയോ രണ്ടും സംഭവിക്കാം. ചെയ്താൽ എന്താണ് അയാളുടെ ഗതി? ആകാശദേശത്ത് ഛിന്ന ഭിന്നമായി പോകുന്ന മേഘപടലങ്ങളെ പോലെ അയാളുടെ ജീവിതം നശിച്ചു പോകുമോ? ഇതാണ് അർജുനൻ്റെ സംശയം. ഈ സംശയത്തിന് മറുപടിയാണ് 40-ാം ശ്ലോകം മുതൽ പറയുന്നത്. അപ്പോൾ അവിടെ സംശയം ശരിക്കും മനസ്സിലാക്കണം. ഒന്ന്, യോഗസിദ്ധിയെ പ്രാപിച്ചില്ല, അതേ സമയത്ത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠാനങ്ങളെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. യോഗസാധന നിരതനാണ് ശ്രദ്ധയോട് കൂടിയിട്ട്. പക്ഷേ യോഗസിദ്ധിയെ പ്രാപിക്കാതെ ഒന്നുകിൽ മരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൻ്റെ സാധനയെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥാവിശേഷങ്ങൾ വന്നു, അല്ലെങ്കിൽ ആ മാർഗത്തു നിന്ന് വ്യതിചലിച്ചു പോയി, അങ്ങനെയും പറയാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്
ഗതി എന്നാണ് ചോദ്യം. അയാൾ നശിച്ചു പോകുമോ? മറുപടി, ശ്രീഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ശ്രീഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ പാർത്ഥ, അല്ലയോ അർജുന, തസ്യ അവന്, ഇഹ ഇവിടെയാകട്ടെ, അമുത്ര അവിടെയാകട്ടെ, വിനാശഃ ന വിദ്യതേ വിനാശമില്ല. അവൻ ഇവിടെയായാലും കൊള്ളാം അവിടെയായാലും കൊള്ളാം, വിനാശമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ജീവിതത്തിൽ, ഈ ലോകത്തിൽ, ഈ ജന്മത്തിൽ. അവിടെ എന്ന് പറഞ്ഞാൽ ഈ മരണശേഷമുള്ള ഗതിയിൽ. പരലോകമാകാം, ദേഹാന്തരമാകാം, എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അമുത്ര എന്ന് പറഞ്ഞാൽ അദസ് ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചന രൂപമാണ് അമുഷ്മിൻ. അവിടെ സപ്തമി അർത്ഥത്തിൽ ത്ര പ്രത്യയം വരുമ്പോഴാണ് അമുത്ര എന്ന് വരുന്നത്. ഇവിടെ എന്നുള്ളതിന് അതുപോലെ ത്ര വന്നാൽ അത്ര എന്നാവും. അപ്പോൾ ലോകാന്തരത്തിലാവാം, ജന്മാന്തരത്തിലാവാം. രണ്ടിനെയും സൂചിപ്പിക്കാൻ അമുത്ര ശബ്ദം ഉപയോഗിക്കാം. ഹേ പാർത്ഥ, ഹേ അർജുന, ഇവിടെയാകട്ടെ അവിടെയാകട്ടെ അയാൾക്ക് വിനാശം സംഭവിക്കില്ല. യോഗസാധനാ മാർഗത്തിൽ ശ്രദ്ധയോടുകൂടി ചരിച്ച ആൾക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല. ഇതാണ് ഭഗവാന്റെ സുനിശ്ചിതമായ അഭിപ്രായം. പിന്നെന്താണ് സംഭവിക്കുക? പറയുന്നു, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ താത, അല്ലയോ പ്രിയപ്പെട്ടവനെ. താത ശബ്ദം മക്കള് അച്ഛനെ വിളിക്കാൻ ഉപയോഗിക്കാറുണ്ട്, അച്ഛൻ മക്കളെ വിളിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ വാത്സല്യത്തോടു കൂടി വിളിക്കുന്നതാണ് താത എന്ന്. ചിലയിടത്ത് അത് ഹ്രസ്വമായിട്ട് തഥാന്നും കാണുന്നുണ്ട്. ലൗകികമായിട്ടല്ല, വേദത്തിൽ ലൗകികമായിട്ട് താത എന്ന് തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവനെ എന്നർത്ഥം. കല്യാണകൃത്ത്, കല്യാണത്തെ ചെയ്യുന്നവൻ, മംഗളത്തെ ചെയ്യുന്നവൻ, ഭദ്രമായതിനെ ചെയ്യുന്നവൻ, അപ്പോൾ ലോകത്തിൽ നല്ലത് ചെയ്ത് ജീവിക്കുന്നവൻ, അവനാണ് കല്യാണകൃത്ത്. അല്ലാണ്ട് മലയാളത്തിലെ കല്യാണമല്ല, അല്ലേ? അതും കല്യാണം തന്നെയാണ്. അങ്ങനെയാണല്ലോ കല്യാണത്തിന് കല്യാണം എന്ന് പേര് വന്നത്. കല്യാണമായതുകൊണ്ടാണ് കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ കല്യാണകൃത്ത്, മംഗളത്തെ ചെയ്യുന്നവൻ, ഭദ്രമായതിനെ ചെയ്ത് ജീവിക്കുന്നവൻ, ജീവിതത്തിൽ നന്മകളെ ചെയ്യുന്നവൻ, കശ്ചിത്, ആരോ ആട്ടെ, ആരായാലും ദുർഗതിം ന ഗച്ഛതി, ദുർഗതിയെ പ്രാപിക്കില്ല. ഇതൊരു നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ഗ്യാരണ്ടി കാർഡായിരുന്നു.
മറ്റൊരിടത്ത് ഭഗവാൻ തന്നെ പറഞ്ഞു നമേ ഭക്ത പ്രണശ്യതി എന്ന്, എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല. അതും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നൊരു ഗ്യാരണ്ടി കാർഡാണ്. ഇതിന് കാലയളവൊന്നുമില്ല. സാധാരണ ഗ്യാരണ്ടി കാർഡുകൾക്കൊക്കെ എത്ര കൊല്ലം എന്നൊക്കെ ഉണ്ടാവും, ഇത്ര മാസം, ഇത്ര കൊല്ലം ഒക്കെ. ഇതിനൊന്നുമില്ല. ഭഗവാന്റെ മൊത്തത്തിൽ തന്നിട്ടുള്ള ഒരു ഗ്യാരണ്ടി കാർഡാണ്. ജീവിതത്തിൽ നല്ലത് ചെയ്യുന്നവന്, മംഗളമായത് ചെയ്യുന്നവന്, ഭദ്രമായത് ചെയ്യുന്നവന് ഒരിക്കലും നാശം, ദുർഗതി ഉണ്ടാവില്ല. അപ്പം നമുക്ക് സംശയം വരാം, സത്കർമ്മങ്ങൾ തന്നെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ദുർഗതി കാണുന്നുണ്ടല്ലോ. സത്കർമ്മം മാത്രമായിട്ട് ചെയ്ത് ജീവിക്കുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടാവുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഇന്നലെകളിൽ എന്തൊക്കെ അയാളുടെ കർമ്മസഞ്ചയത്തിലുണ്ടെന്ന് നമുക്കറിയോ? അതുമില്ല. സത്കർമ്മം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളും ലോകത്തിലുണ്ടാവില്ല. ദുഷ്കർമ്മം മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരാളും ലോകത്തിലുണ്ടാവില്ല. മനുഷ്യനാവുമ്പോൾ ഇതൊക്കെ മിശ്രമായിട്ടാണ് വരിക. അപ്പം അതിൽ ഓരോ കർമ്മത്തിൻ്റെയും ഫലാനുഭവം വന്നേ മതിയാവും. ഏത് തന്നെ ആയാലും സദ്ബുദ്ധിയോടുകൂടി, ശ്രദ്ധയോടുകൂടി സത്കർമ്മങ്ങളെ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. അപ്പം ചോദ്യം, അവരുടെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമായിട്ടുള്ള ദുർഗതി ഉണ്ടാവില്ലേ? അതിൽ നിന്ന് അവർ തട്ടി മാറ്റപ്പെടും. അതികഠിനമായ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാതെ തട്ടി മാറ്റപ്പെടും. അനുഭവിക്കേണ്ടി വരും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കഠോരമായ അതികഠിനമായ അനുഭവങ്ങളിലേക്ക് എത്താതെ തന്നെ തട്ടി മാറ്റപ്പെടും. അതുകൊണ്ട് ഈ ലോകത്തിലാകട്ടെ ലോകാന്തരത്തിലാവട്ടെ ശ്രദ്ധയോടുകൂടി യോഗസാധന ചെയ്ത ആൾക്ക് വിനാശം ഉണ്ടാവില്ല. ഇത് വലിയൊരു പ്രേരണാവാക്യമാണ്. നേരത്തെ 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന് പഠിച്ചിട്ടുണ്ട് 2-ാം അധ്യായത്തിൽ. ഈ സാധനാമാർഗത്തിൽ, യോഗമാർഗത്തിൽ അഭിക്രമനാശമില്ല, പ്രത്യവായമില്ല എന്നല്ല, അല്പമെങ്കിൽ അല്പം നമ്മെ മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അഭിക്രമനാശമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് മുന്നേ ചെയ്തതും നഷ്ടമാവുന്ന നാശത്തിനാണ് അഭിക്രമനാശം എന്ന് പറയുക. പിന്നിൽ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് മുന്നിൽ ചെയ്തത് പോലും നഷ്ടപ്പെട്ടു പോകുക, അതാണ് അഭിക്രമനാശം. ഉദാഹരണം, കൃഷി തുടങ്ങിയവയിൽ അഭിക്രമനാശമുണ്ട്. കൃഷിയിൽ ഒരാൾ നല്ലപോലെ ഭൂമി പാകപ്പെടുത്തി ഉഴുത് മറിച്ച് കട്ടയുടച്ച് അത് കഴിഞ്ഞ് വിത്ത് വിതച്ച് നല്ലപോലെ പരിപാലിച്ച് വെള്ളം കൊടുത്ത് നല്ല ആരോഗ്യത്തോടു കൂടി അങ്ങനെ ചെടികൾ വളർന്നു വരിക. പിന്നെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല, അങ്ങോട്ട് പോയതേയില്ല. അപ്പം എന്ത് സംഭവിക്കും? ആദ്യം ചെയ്തതും നഷ്ടമാവും. അതാണ് അഭിക്രമനാശം. പ്രത്യവായം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് മുടക്കിയാൽ പാപം വരുന്നതാണ്.
ആദ്യം പറഞ്ഞത് പാപം വരികയല്ല, ആദ്യം ചെയ്തത് പോലും ഇല്ലാണ്ടാവുകയാണ്. ചെയ്യേണ്ടത് മുടക്കിയാൽ ആദ്യം ചെയ്തത് പോലും ഇല്ലാതാകുന്നതാണ് അഭിക്രമനാശം. ചെയ്യേണ്ടത് മുടക്കിയാൽ പാപം വരുന്നതാണ് പ്രത്യവായം. ഉദാഹരണം, ചികിത്സകൾ. ഇപ്പോൾ രോഗം വന്നു, വൈദ്യരെടുത്ത് പോയി, അദ്ദേഹം ശരിക്ക് പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ മരുന്ന് 10 ദിവസം കഴിക്കണം, അല്ലെങ്കിൽ ഈ മരുന്ന് 30 ദിവസം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഒരു 15 ദിവസം കഴിച്ചപ്പോഴത്തേക്ക് രോഗമൊക്കെ മാറി. നമ്മൾ എന്ത് ചെയ്തു? മരുന്ന് അങ്ങോട്ട് നിർത്തി. അത് മഹാപാപമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രോഗിയെ ശരിക്ക് പഠിച്ചിട്ടാണ് വൈദ്യൻ ഇത്ര ദിവസത്തെ മരുന്നെന്ന് നിശ്ചയിക്കുന്നത്. നമ്മൾ 15 ദിവസം കൊണ്ട് മാറി എന്ന് പറഞ്ഞാൽ രോഗമല്ല മാറിയത്, രോഗത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ മാത്രമാണ്. അപ്പം നമ്മളെ ഇഷ്ടത്തിന് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടി ശക്തിയിലാണ് അടുത്ത പ്രാവശ്യം വരിക. അന്ന് ഈ മരുന്ന് മതിയാവില്ല, ചിലപ്പോൾ അന്ന് ചികിത്സ ചെയ്യാൻ മരുന്നേ ഉണ്ടാവില്ല. ഇത് പലരും ചെയ്യുന്നൊരു തെറ്റാണെന്ന്. പല മരുന്നുകൾക്കും കോഴ്സ് ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കാതെ രോഗത്തിൻ്റെ ബാഹ്യലക്ഷണങ്ങൾ നിന്നു കഴിഞ്ഞാൽ ഉടനെ മരുന്ന് കഴിക്കണം നിർത്തും. ഒരിക്കലും ചെയ്യരുത്. ആയുർവേദമായാലും ഇനി മറ്റ് അലോപ്പതി ആയാലും വേറെ ഏത് ചികിത്സാ സംവിധാനങ്ങളായാലും സമ്പ്രദായങ്ങളായാലും വൈദ്യോപദേശം നമ്മൾ മാനിക്കണം. വൈദ്യോപദേശം മാനിച്ചില്ലെങ്കിൽ പാപമുണ്ട്. ഏറ്റവും അധികം പഠിപ്പിക്കേണ്ടത് മലയാളികളെയാണ്. കാരണം മലയാളികളൊക്കെ സ്വയം ചികിത്സകരാണ്. കുറച്ച് അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മരുന്ന് കഴിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം ഈ സ്വന്തം ചികിത്സ ചെയ്യുന്ന മൂഢന്മാരാണ് പ്രബുദ്ധ മലയാളികൾ, ലോകത്തിലെ ഏറ്റവും അധികം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ കോഴിക്കോട് നിന്ന് ഭജന ചെയ്യാൻ വേണ്ടി വന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഭജനയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ ഒരമ്മ ഉണ്ട്. ആ അമ്മ ദിവസം ഭജനയ്ക്ക് പോകും, എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും അത്ര. അപ്പോൾ പോകുമ്പോൾ ഒരു അരക്കുപ്പി ദശമൂലാരിഷ്ടങ്ങൾ കുടിക്കുക. നല്ലൊരു ഉഷാറാണ്, ക്ഷീണമൊക്കെ മാറും, നല്ല ഉഷാറാണ്. അരക്കുപ്പി അപ്പോൾ 225 ml ഉണ്ടാവും അരക്കുപ്പി പറഞ്ഞാൽ. രാവിലെ അങ്ങോട്ട് കുട്ടിക്കും, എന്നിട്ടാണ് പോവുക. നല്ലൊരു ഉഷാറാണ്, നല്ല ആയുർവേദ മരുന്ന്, വളരെ ഗുണാസ്വാമി. അങ്ങനെ ലിവർ സിറോസിസായി വളരെ കൂടുതലാണ്. അപ്പോൾ വൈദ്യന് അലോപ്പതിക്കാരെന്ത് പറഞ്ഞു? ഇതാണ് അരിഷ്ടം കുടിച്ചാലുള്ള കുഴപ്പം. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് അരിഷ്ടം കുടിക്കുമെന്നാണ് ചോദിച്ചത്. അരിഷ്ടത്തിൻ്റെ കുഴപ്പമാണോ? അല്ല. അവർ കിട്ടിയ ചാൻസിന് അത് പറഞ്ഞു, അരിഷ്ടമൊന്നും കഴിക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരാൾ ഒരു അലോപ്പതിൻ്റെ ഒരു ഗുളിക 100 കഴിച്ച് ആശുപത്രിയിലായാലും അന്നേരം അവർ അലോപ്പതിൻ്റെ കുഴപ്പം പറയില്ല. മരുന്ന് അധികം കഴിക്കാൻ ആര് പറഞ്ഞു എന്നായിരിക്കും. ഡോക്ടർ ഉപദേശം വേണ്ടേന്ന് ചോദിക്കും. അതേ ഡോക്ടർ ഉപദേശം ഇവിടെയും വേണ്ടേന്നല്ലേ അവർ ചോദിക്കുന്നത്. ചിന്തിക്കുക. പലപ്പോഴും അലോപ്പതി ഡോക്ടർമാരങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അരിഷ്ടത്തെക്കുറിച്ച് വല്ലതും അറിയോ, അസുഖത്തെക്കുറിച്ച് വല്ലതും അറിയോ എന്ന് വെച്ചാൽ അതൊന്നും അറിയുകയില്ല. പിന്നെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഇപ്പം ഏത് സിസ്റ്റത്തിനും ഏത് സമ്പ്രദായത്തിനും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പം ഏത് ചികിത്സയിലും വൈദ്യോപദേശം നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുത്ത് പോകണ്ടല്ലോ. ആരെങ്കിലും പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അനുസരിക്കണം, ഇല്ലെങ്കിൽ പാപമുണ്ട്. അതാണ് പ്രത്യവായം. എന്നാൽ സാധനാമാർഗത്തിൽ, യോഗസാധനാമാർഗത്തിൽ ഈ രണ്ടും ഇല്ല. അഭിക്രമനാശവും ഇല്ല, പ്രത്യവായവും ഇല്ല. പിന്നെയോ അത്രയും ചെയ്തത് തന്നെയാണ്. ചെയ്തത് ഇല്ലാതാവുന്നില്ല, ചെയ്തതുകൊണ്ടിട്ട് പാപം ഉണ്ടാവില്ല. ഇവിടുന്ന് ഒരാൾ നടന്ന് കേദാരനാഥത്തിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഇവിടുന്ന് പുറപ്പെട്ടു നടന്നു പോവുകയാണ്. കുളത്തൂരുന്ന്
രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്ക് കണ്ണൂരെത്തിയെന്ന് വിചാരിച്ചോളൂ നടന്നിട്ട്. കാലിനൊക്കെ വല്ലാത്ത കടച്ചിൽ, 2 ദിവസം വിശ്രമിക്കണം തോന്നി. ഇനി രണ്ടാമത് നടക്കണത് കണ്ണൂരിൽ നിന്ന് നടന്നാൽ പോരെ, അല്ല വീണ്ടും കൊളത്തൂരിൽ നിന്ന് നടക്കണം? വേണ്ടല്ലോ, എവിടെ എത്തിയോ അവിടെ നിന്ന് നടന്നാൽ പോരെ. മൂന്നാമത്തെ ദിവസം പയ്യന്നൂർ കഴിഞ്ഞ് ഏകദേശം ഒരു നീലേശ്വരം ഭാഗത്ത് എത്തിയെന്ന് വിചാരിച്ചോളൂ, അവിടെ നിന്ന് നടന്നാൽ പോരെ, അല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വേണം. ഇത് തന്നെയാണ്, എത്ര ചെയ്ത് വെച്ചോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ മതി. എത്ര ജീവിതത്തിൽ സാധനാനുഷ്ഠാനം ചെയ്തോ അതിൻ്റെ മുമ്പോട്ട് പോയാൽ മതി. അതുകൊണ്ട് അഭിക്രമനാശമില്ല, പ്രത്യവായം ഇല്ല. ഈ ലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ സാധകന് വിനാശം ഇല്ല. ഹേ അർജുന, നീ ഉറപ്പിച്ച് മനസ്സിലായിക്കോളൂ, മംഗളമായത് ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ദുർഗതി വരില്ല, ഉറപ്പ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന സത്കർമ്മങ്ങൾ, സച്ചിന്തകൾ നമ്മളെല്ലാവരും ചെയ്യാം. വിശക്കുന്ന ആൾക്ക് ഭക്ഷണമാണോ, ദാഹിക്കുന്ന ആൾക്ക് വെള്ളമാണോ, ഇന്നതൊന്നുമില്ല. എന്തെല്ലാം സത്കർമ്മങ്ങൾ, നമുക്ക് നാളെ നമ്മളെ ശരീരം ഉണ്ടാകുമോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ കയ്യോ കാലോ അനക്കാൻ പറ്റുമോ നമുക്കറിയില്ല, നാവിളക്കാൻ പറ്റുമോ എന്നറിയില്ല. ആർക്കാ ഉറപ്പുള്ളേ? നാളത്തെ കഥ പോട്ടെ, ഇന്നത്തെ കഥ അറിയാം, പിന്നെയല്ലേ. അപ്പം സാധിക്കുമ്പോൾ ജീവിതത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യാം, അതാണ് വേണ്ടത്. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്താൽ അവന് നാശമില്ല ഹേ അർജുന എന്നാണ് പറയുന്നത്. നോക്കൂ, ഹേ പാർത്ഥ, ന ഏവ ഇഹ ലോകേ ന അമുത്ര പരസ്മിൻ വാ ലോകേ വിനാശഃ തസ്യ വിദ്യതേ ന അസ്തി നാശഃ ന അസ്തി നാശോ നാമ പൂർവസ്മാത് ഹീനജന്മപ്രാപ്തിഃ സഹ യോഗഭ്രഷ്ടസ്യ ന അസ്തി നഹി യസ്മാത് കല്യാണകൃത് ശുഭകൃത് കശ്ചിത് ദുർഗതിം കുത്സിതാം ഗതിം ഹേ താത തനോതി ആത്മാനം പുത്രരൂപേണ ഇതി പിതാ താത ഉച്യതേ പിതാ ഏവ പുത്ര ഇതി പുത്രഃ അപി താത ഉച്യതേ ശിഷ്യഃ അപി പുത്ര ഉച്യതേ ഗച്ഛതി. ഹേ പാർത്ഥ, ന ഏവ ഇഹ ലോകേ ന അമുത്ര പരസ്മിൻ വാ ലോകേ വിനാശഃ തസ്യ വിദ്യതേ ന അസ്തി നാശോ നാമ പൂർവസ്മാത് ഹീനജന്മപ്രാപ്തിഃ സഹ യോഗഭ്രഷ്ടസ്യ ന അസ്തി നഹി യസ്മാത് കല്യാണകൃത് ശുഭകൃത് കശ്ചിത് ദുർഗതിം കുത്സിതാം ഗതിം ഹേ താത തനോതി ആത്മാനം പുത്രരൂപേണ ഇതി പിതാ താത ഉച്യത്തെ പിതാ ഏവ പുത്ര ഇതി പുത്രഃ അപി താത ഉച്യത്തെ ശിഷ്യഃ അപി പുത്ര ഉച്യത്തെ ഗച്ഛതി. ഹേ പാർത്ഥ, അല്ലേ അർജുന, പൃഥയുടെ മകനെ, ഈ ലോകത്തിൽ ഇഹലോകെ ന ഏവ ഇഹലോകെ ഇല്ലെന്നെ, എന്തില്ലെന്നെ? ഇഹ ഈ ലോകത്തിൽ, ന അമുത്ര പരസ്മിൻ വാ ലോകെ അല്ലെങ്കിൽ പരലോകത്തിലാകട്ടെ, ഈ ലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ വിനാശഃ തസ്യ വിദ്യതേ, വിനാശം അവനുണ്ടാവില്ല. എന്താണ് നാശം എന്ന് പറഞ്ഞാൽ? നാശം എന്ന് പറഞ്ഞാൽ, നാശോ നാമ, നാശം എന്ന് പറഞ്ഞാൽ പൂർവസ്മാത് ഹീനജന്മപ്രാപ്തി, മുമ്പുള്ളതിനേക്കാൾ താണ ജന്മം കിട്ടുന്നതാണ് നാശം. മുമ്പുള്ളതിനേക്കാൾ താണ ജാതിയിൽ ജനിക്കുക. ഒരാൾ നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു, അപ്പോൾ വിശേഷമായ ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്,
എല്ലാ മനുഷ്യരും ശ്രേഷ്ഠർ തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അടുത്ത ജന്മത്തിൽ ഒരാൾക്ക് ബുദ്ധിശക്തി ഇല്ലാത്ത മനുഷ്യനായിട്ടായി വരുന്നത് വെച്ചാലോ, ബുദ്ധിയില്ല, മനസ്സുമില്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ല, ബുദ്ധിയില്ല, മനുഷ്യരൂപത്തിലാണ്. അപ്പം അതിനൊരു ഹീനജാതി എന്ന് പറയാം. അല്ലെങ്കിൽ പശുവായിട്ടോ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ ജനിച്ചു പറഞ്ഞാൽ അവർക്ക് ജീവന് യാതൊരു ഏറ്റക്കുറച്ചിലുമില്ല. ആത്മാവ് എല്ലാത്തിലും തുല്യമാണ്. ആത്മഭേദം കൽപ്പിക്കരുത്. എന്നാൽ ഉപാധിഭേദം കൊണ്ട് ഓരോ ജീവരാശിക്കും വ്യത്യാസമുണ്ട്. മനുഷ്യനിലുള്ളതുപോലെ പൂർണ്ണമായ സച്ചിദാനന്ദ ഭാവ ആവിഷ്കാരം ഇതര ജന്തുക്കളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇപ്പോൾ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ കുറുക്കനായിട്ടോ നരിയായിട്ടോ ഒക്കെ എങ്ങനെയപ്പോൾ ജനിക്കുക എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് എന്താണോ അതിനനുസരിച്ചാണ് അടുത്ത ജന്മം. യഥാകർമ്മ യഥാശ്രുതം എന്നാണ് ശ്രുതി പറയുന്നത്. യോനി മന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം എന്ന് ഉപനിഷത്ത് പറയുന്നു. ഓരോരുത്തരും ജന്മസ്ഥാനത്തെ പ്രാപിക്കുന്നു. എന്തിനാ? ശരീര സ്വീകരണത്തിനായിക്കൊണ്ട്. സ്ഥാണുമന്യേനു സംയന്തി എന്നാൽ വേറെ ചിലർ സ്ഥാവരഭാവത്തെ മരങ്ങളായിട്ടൊക്കെ ജനിക്കുന്നു. ഇതെന്തിനനുസരിച്ച് അത് ചിലർ മനുഷ്യരാവുക, ചിലർ മരങ്ങളാവുക. യഥാകർമ്മ, എങ്ങനെ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം ആർജിച്ചിട്ടുണ്ടോ, യഥാശ്രുതം, എങ്ങനെ ശാസ്ത്രാദി ശ്രവണം ചെയ്തിരിക്കുന്നുവോ അതിനനുസരിച്ചാ ജന്മം. അതാണ് നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചാന്ന് പറഞ്ഞത്. അല്ലാതെ വേറെ ആരും നിശ്ചയിക്കുന്നതല്ല നമ്മുടെ ജന്മം. നമ്മൾ ക്രിയകളിലൂടെ ഏത് സംസ്കാരത്തെയാണോ ആർജിച്ചിട്ടുള്ളത് അത് പുറമെ കാണുന്നതല്ല. അതുകൊണ്ടാണ് നല്ല സംസ്കാരത്തോടു കൂടി വളരാൻ നമ്മളോടൊക്കെ പറയുന്നത്. സാധകരോ? ആ, ക്രമേണ വരണമല്ലോ. എല്ലാവർക്കും കർമ്മം ഉണ്ടല്ലോ. അതിന് ഹേതുവായ കർമ്മം ക്ഷയിക്കുമ്പോഴായിരിക്കാം. ഇനി ആ ജന്മത്തിൽ ഇരുന്നുകൊണ്ട് വരാം. പക്ഷേ സാമാന്യമായിട്ട് നമുക്ക് ഈ വൃക്ഷാദി യോനികളിലൊന്നുള്ള ഉയർച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ യുക്തിക്കനുസരിച്ച്, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാരണം അവരെങ്ങനെയാണ് സത്കർമ്മം ചെയ്യുന്നത്, എന്താണ് ആ സത്കർമ്മത്തിൻ്റെ മാനം എന്ന് ചോദിച്ചാൽ വിഷമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ പറയുക ലോകത്തിന് ഉപകാരം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ ലോകത്തിന് ഉപകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിലാണ്. ഇപ്പോൾ അവ ഓക്സിജൻ തരുന്നു, അല്ലെങ്കിൽ അവ ചുറ്റുപാട് ആരോഗ്യമുള്ളതാക്കും, അത് നമ്മുടെ ദൃഷ്ടിയിലല്ലേ. മറ്റേ ഓക്സിജൻ കൊടുക്കണോണ്ട് എന്ത് പുണ്യമാണല്ലോ. അപ്പോൾ ഒരു വാസ്തവത്തിൽ അത് വിലയിരുത്താൻ കുറച്ച് പ്രയാസമുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ചലിക്കുന്ന ജീവികളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനേ നമുക്ക് കഴിയൂ. പക്ഷേ ആചാര്യന്മാർ ഇതിനെയൊക്കെ പെടുത്തിയിട്ടുണ്ട്, സമസ്ത ജീവരാശിയെയും പെടുത്തിയിട്ടുണ്ട്. കാരണം വൃക്ഷങ്ങൾക്കും ചേതനയുണ്ടെന്നും അവയ്ക്കും സുഖദുഃഖാദി അനുഭവങ്ങളുണ്ടെന്നും അവയ്ക്കും ചിന്തകളുണ്ടെന്നും ഒക്കെ തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യന് മനസ്സിലാക്കത്തക്ക രീതിയിൽ മനുഷ്യനിപ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഈ ഇവിടുന്ന് തന്നെ കൊളത്തൂരിൽ തന്നെ ഉണ്ടായ വർത്തമാനം ഓർമ്മിക്കുകയാണ്. നിങ്ങളിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊളത്തൂർ ക്ഷേത്രത്തിൽ നിന്ന് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ഈ ജ്ഞാനപ്പാന ഉച്ചത്തിൽ വയ്ക്കാറുണ്ട്. പണ്ട് വലിയ ശബ്ദത്തിലായിരുന്നു വയ്ക്കുക. അപ്പോൾ നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. വളരെ സ്നേഹമാണ് ചിദാനന്ദപുരി സ്വാമിയെ പറഞ്ഞാൽ. ഞാൻ വന്ന ഉടനുള്ള കാലമാണ് അവിടെ. അത് 90-ലാണ് ഇവിടെ എത്തിയത്. 90-91 ആ കാലത്താണ്.
ഇദ്ദേഹം നല്ല ലഹരിയിൽ വരിക റോഡിലൂടെ, നല്ല നല്ല സന്തോഷത്തിലാണ്. അവിടെ നിന്ന് എന്നെ കണ്ടപ്പോൾ അവിടെ നിന്നു, സ്വാമി അവിടെ നിൽക്കുക. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ നല്ലതിനാണോ ചീത്തയ്ക്കാണോ? ഇദ്ദേഹത്തോട് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ലതിനാന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, ചീത്തയ്ക്കാന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം നല്ല ചൂടിലാണ്. അപ്പോൾ നമ്മൾ ഒന്നും പറയാണ്ട് ഇങ്ങനെ ഉരുണ്ട് കളിച്ചു. അല്ല എന്താപ്പോൾ നല്ലതല്ലേ? അല്ല എങ്ങനെയാ? അതെ, നല്ലതിനാണ്. മനുഷ്യന്മാരെ നന്നാക്കാനാണ് അമ്പലം. പിന്നെ ഇങ്ങനത്തെ കള്ളത്തരം വെക്കാൻ പാടുണ്ടോ അവിടെ? കാരണം ഈച്ച ചത്ത് പൂച്ചയായി ഇടുന്നു, പൂച്ചയോ ചത്തിട്ട് ഈച്ചയുമാകുന്നു. ഞാനൊരു പൂച്ചേനെ കൊന്നു, അത് ഈച്ചയായിട്ടില്ല. 10-12 ഈച്ചേനെ കൊന്നു, അതൊന്നും പൂച്ചയായിട്ടില്ല. അപ്പം ഇത് കള്ളത്തരമല്ലേ? അപ്പോൾ സ്വാമി അവരുടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനത്തെ കള്ളത്തരൊന്നും അമ്പലത്തിൽ നിന്ന് വെക്കരുതെന്ന്. അതേപ്പോൾ ഇല്ലാട്ടോ, മരിച്ചുപോയി. ശരിയല്ലേ പറഞ്ഞു? അയാൾ 12 ഈച്ചേനെ കൊന്നു, ഒറ്റയൊന്നും പൂച്ചയായില്ല. ഒരു പൂച്ചേനെയും കൊന്നു, അതോട്ട് ഈച്ചയായില്ല. ഇത് ബാഹ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വയ്യ. ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് എന്താണോ അതിനനുസരിച്ച് ആയിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് ഹീനജന്മത്തിലേക്ക് പോവുക, താഴോട്ട് പോവുക എന്നുള്ളതാണ് സ യോഗഭ്രഷ്ടസ്യ നാസ്തി. അതൊരിക്കലും യോഗഭ്രഷ്ടന് സംഭവിക്കില്ല. യോഗഭ്രഷ്ടനായ ആള് ഒരിക്കലും താഴേക്ക് പോവില്ല, ഹീനജന്മം കിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. മോശമാണെങ്കിൽ അതിനനുസരിച്ച് ഫലം വേണം. എന്നാലും അയാളൊരു യോഗിയായില്ലേ, യോഗസാധനങ്ങളൊക്കെ ചെയ്തില്ലേ, അപ്പം അതിൻ്റെ ഫലം ഉണ്ടാവില്ലേ? അതുകൊണ്ട് അയാൾക്ക് ഹീനജന്മം ഉണ്ടാവില്ല എന്നാണ് പറയണത്. വയനാട് എന്ത് വയനാട്? ബംഗ്ലാദേശിനെ കുറിച്ച് ആലോചിക്കുക കൂട്ടരെ. എല്ലാവരും പോയാലൊരു വയനാട് വയനാട് വയനാട്. ഇത്രയും മരിക്കണല്ലോ, ആയിരക്കണക്കിന് ഒന്നിച്ച് മരിക്കണില്ല അഗ്നിപർവ്വതത്തിൻ്റെ അടുത്തൊക്കെ. പാപം എന്ന് പറഞ്ഞു മരിക്കണ പാപ പുണ്യല്ലേ? ഒരു വേദന അനുഭവിക്കാണ്ട് ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് ജീവൻ പോയിച്ച് എന്തൊരു പുണ്യാണ്. അപ്പം ഇപ്പം പുണ്യവാന്മാരായി ഇരിക്കണമെന്നാ വിചാരം? മരിച്ചവരൊക്കെ പാപികളാന്നാ വിചാരം? എന്തൊരു ഒരു കണ്ണ് മുഴിക്കുമ്പോഴത്തേക്ക് പോയി കഴിഞ്ഞു, ശവസംസ്കാരം അടക്കം വേണ്ട, അങ്ങ് കടലിലെത്തി, പുഴയിലെത്തി. അല്ലാത്തവരെ പറ്റി ആലോചിക്കേണ്ടത്. കഷ്ണം മുറിഞ്ഞ് ദേഹം പോയി, പകുതി ഛിന്ന ഭിന്നമായിട്ട് ജീവൻ പോകുന്നുമില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്നവരെ കുറിച്ച് ആലോചിക്കും. മറ്റെന്തൊരു പുണ്യാണ്. ഒരു ക്ലേശം അറിയണ്ട, അനായാസേന മരണം. ഒരായാസം ഇല്ലാണ്ട് മരിച്ചില്ലേ? ഇല്ല. രണ്ടായിരത്തി 2013 കേദാർനാഥിലുണ്ടായതിൻ്റെ മരണം എത്രയാണ്? അങ്ങനെ എവിടെയൊക്കെ ഇപ്പോൾ യുദ്ധത്തിൽ, റഷ്യനും ഉക്രൈനിലുള്ള യുദ്ധത്തിൽ എത്ര പോയി? മതങ്ങൾ തമ്മിലുള്ള കലഹത്തിൽ എത്ര പോയിക്കൊണ്ടിരിക്കുക? എന്നുവെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. ചിദാനന്ദ സ്വാമിയിൽ ഉഷ്ണത പറയുന്നു എന്നൊന്നും വ്യാഖ്യാനിക്കേണ്ട. പക്ഷെ ഒന്ന് മാത്രം ഫോക്കസ്ഡ് ആയി പോകുന്ന എന്തുകൊണ്ടാണ്? അവിടെ മാധ്യമങ്ങളുടെ പങ്കെന്താണ്? ഒട്ടനവധി ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഗാഡ്ഗിലിൻ്റെ ശവമഞ്ചം ചുമന്നവരും അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചവരും
അതിന് നേതൃത്വം കൊടുത്തവരും ഒക്കെ മറുപടി പറയട്ടെ. അത്രേ പറയാനുള്ളൂ. അതുപോലെ പി ടി തോമസിൻ്റെ ശവപ്പെട്ടിയാണെന്നും പറഞ്ഞ് എടുത്തിട്ട് ബിഷപ്പുമാരാ കൊണ്ട് നടന്നത്. ബിഷപ്പുമാർ സാധാരണ വേഷം കെട്ടിയിട്ടൊക്കെ ആൾക്കാരെ വിടുകയ്യ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ. ഇത് ഒറിജിനൽ ബിഷപ്പുമാർ തന്നെയാണ് ഈ പി ടി തോമസിൻ്റെ ശവപ്പെട്ടി എടുത്ത് നടന്നത്. ജീവിച്ചിരിക്കെ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, അദ്ദേഹം ടി വിയിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക. ആലോചിച്ചു. അദ്ദേഹം പതറിയിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ നാളെ നമുക്ക് കാണാം, അത്രയേ ഉള്ളൂ. ഗാഡ്ഗിലൊന്നും പറഞ്ഞിട്ടില്ല. ഗാഡ്ഗിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിലങ്ങാട്, ഇപ്പുറത്ത് മേപ്പാടി, അപ്പുറത്ത് നിലമ്പൂർ, അപ്പുറത്ത് നെല്ലിയാമ്പതി, അപ്പുറത്ത് ഇടുക്കി ഫുൾ റേഞ്ച് എല്ലാം മാർക്ക് ചെയ്ത. നമുക്കവിടെയും ക്വാറി വേണം, നമുക്കവിടെ ഹോം സ്റ്റേ ഉണ്ടാക്കണം, നമുക്കവിടെ റിസോർട്ടുകൾ വേണം, നമുക്കവിടെ അമ്പലം വേണം, നമുക്കവിടെയും പള്ളി വേണം. പിന്നെന്താ? അതൊന്നും ആദ്യദൈവികമല്ല. അതെല്ലാം മനുഷ്യനുണ്ടാക്കുന്ന ആധ്യാത്മികങ്ങളും ആദിഭൗതികങ്ങളുമാണ്. ആദിദൈവികമല്ല അത്, അല്ലേ അല്ല. ആദിദൈവിക ആലോചിച്ച അത്ഭുതം വരും. എന്താണ് വാട്ടർ ബോംബായിട്ട് പൊട്ടാത്തതെന്ന് തോന്നിപ്പോകും ഓരോരോ സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ആ ഒരു അതിക്രമം കണ്ടു കഴിഞ്ഞാൽ. വയനാട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മരിക്കുന്നവർ പാപികളാണെന്നോ ജീവിച്ചിരിക്കുന്നവർ പുണ്യശാലികളാണെന്നോ വിചാരിക്കരുത്. ആ ധാരണ ആദ്യം മാറ്റണം. ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് ഉറപ്പ്. അത് അനായാസേന സുഖമായിട്ടായാൽ സന്തോഷം. അതാണ് പ്രാർത്ഥിക്കുന്നത്. അത് തന്നെ, അനായാസേന മരണം വിനാ ദൈന്യേന ജീവിതം ദേഹിമേ കൃപയാ ശംഭോ പാദഭക്തി അജഞ്ചലം. അജഞ്ചലമായ പാദഭക്തി തരണേ, അനായാസേന മരിക്കാനിട വരണേ, ദൈന്യമില്ലാണ്ട് ജീവിക്കാനിട വരണേ. എന്താ പ്രാർത്ഥിക്കുക? പാപകർമ്മ എന്ന് പറഞ്ഞിട്ടില്ല. പറയരുതേ, ഒരിക്കലും പറയരുതേ മരിക്കണവരത് പാപകർമ്മ. മരിക്കാത്തവരത് പാപകർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെയും തിരക്കില്ല. അതും പറയരുത്, അതും പറയാൻ പാടില്ല. പുണ്യപാപ മിശ്രമാണ് എല്ലാവരുടേതും. ശരി. അപ്പോൾ യോഗഭ്രഷ്ടന് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല. നഹി അസ്മാത് ഇല്ല. എന്തില്ല? കല്യാണകൃത് ശുഭകൃത്ത്, ശുഭമായതിനെ ചെയ്യുന്നവൻ, കശ്ചിത് ആരും തന്നെ, ദുർഗതിം കുത്സിതാം ഗതിം, കുത്സിതഗതിയെ ദുർഗതിയെ ഹേ താത ഗച്ഛതി, അല്ലയോ താത ആരും പ്രാപിക്കുന്നില്ല. അവിടെ താത ശബ്ദത്തിൻ്റെ അർത്ഥം പറയുകയാണ് ഭാഷ്യകാരൻ. തനോതി ആത്മാനം പുത്രരൂപേണ ഇതി പിതാ താത ഉച്യത്തെ. തനു വിസ്താരേ എന്നാണ് ധാതു. തനു ധാതുവിന് വിസ്താരം എന്നർത്ഥം. അപ്പം മക്കളുടെ രൂപത്തിൽ തന്നെ തന്നെ വിസ്തരിക്കുന്നവനാരോ അവനാണ് താതൻ, അച്ഛൻ. മക്കളുടെ രൂപത്തിൽ തന്നെ വിസ്തരിക്കുന്നവൻ, മനസ്സിലായില്ല? താൻ തന്നെ തുടരുകയാണ് അടുത്ത ജന്മത്തിൽ. അപ്പോൾ അച്ഛൻ താതനാണ്. പിതായേവ പുത്ര ഇതി പുത്ര അഭിതാത. അച്ഛൻ തന്നെയാണ് മോൻ എന്നുള്ളതുകൊണ്ട് മകനെയും സ്നേഹപൂർവ്വം ചിലപ്പോൾ താതാന്ന് വിളിക്കാറുണ്ട്. പിന്നെയോ ശിഷ്യ അഭി പുത്ര ഉച്യതേ. ശിഷ്യനാരാണ്? പുത്രനാണ്. അപ്പോൾ പുത്രന് എന്ത് പേരുണ്ടോ അത് ശിഷ്യനെയും വിളിക്കാം. പുത്രന് എന്തൊക്കെ കർത്തവ്യങ്ങളുണ്ടോ അതൊക്കെ പുത്രനുണ്ട്, ശിഷ്യനുമുണ്ട്. അപ്പോൾ അച്ഛൻ, മകൻ, ശിഷ്യൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ വിളിക്കാവുന്ന ഒരു പേരാണ് താത എന്ന്. ഇവിടെ അർജുനനെ പ്രിയ ശിഷ്യനായിട്ട് വിളിച്ചു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല ആര് മംഗളകർമ്മം ചെയ്യുന്നുണ്ടോ അവർക്ക്. തുടർന്ന് കിന്തു അസ്യ ഭവതി, പിന്നെ എന്താ പറ്റണത് അയാൾക്ക്? എന്താ സംഭവിക്കുന്നേ? കിന്തു
അസ്യ ഭവതി. പിന്നെ അവന് സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നേ? പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഃ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാഃ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ.